നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് ഏറ്റവും മികച്ച ഒരു തുടക്കം ബുക്കിംഗിൽ കാണാൻ പോകുന്നു എന്നത് വേണം പറയാൻ. ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ ഏകദേശം 20,000-ഓളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി മാത്രമായി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം തന്നെ പറയാൻ. അതായത് ഈ വിധിക്ക് ശേഷം, ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടതിന് ശേഷം, ദിലീപ് കുറ്റവിമുക്തനായതിനു ശേഷം ദിലീപിൻ്റെ റിലീസാകുന്ന ഒരു ചിത്രം ഇത്രയും വലിയൊരു സ്വീകാര്യതയിലേക്ക് ആദ്യ മണിക്കൂറിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം പൂർണ്ണമായും നമ്മൾ എടുത്തു നോക്കുമ്പോൾ പോലും ഒരു മികച്ച തുടക്കം ഒരു ദിലീപ് ചിത്രത്തിന് വർഷങ്ങൾക്ക് ശേഷം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു സൂചിപ്പിക്കട്ടെ. പല പല കാരണങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് മോഹൻലാൽ പോലൊരു നടൻ ഈ സിനിമയിൽ വരുന്നത് മോഹൻലാൽ ആരാധകരും സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്യാം. മാത്രമല്ല, ഇതിൽ നിൽക്കുന്ന സ്റ്റാർ കാസ്റ്റ് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള താരനിരയുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ട്രെയിലർ പ്രോമിസിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പാട്ടിനെ പറ്റി രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. എന്നാൽ പോലും ഈ സിനിമയ്ക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ 2017 രാമലീലയുടെ ബുക്കിംഗ് സമയത്ത് മാത്രമായിരിക്കാം ഇത്രയും വലിയൊരു ഹൈ വോൾട്ടേജ് ബുക്കിംഗ് ദിലീപിൻ്റെ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ബാൻഡ്രയ്ക്ക് പോലും ഇത്രയും വലിയൊരു തുടക്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് പറയട്ടെ. അല്ലാതെ ഇറങ്ങിയതൊക്കെ തന്നെ വോയിസ് ഓഫ് സത്യനാഥനും പ്രിൻസ് ആൻഡ് ഫാമിലിക്കൊന്നും ഇത്രയും വലിയൊരു തുടക്കമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീടാണത് കുടുംബ പ്രേക്ഷകരിൽ പലരും അത് സ്വീകരിക്കുകയും തിയേറ്ററിലേക്ക് വരികയും ചെയ്തത്. പക്ഷേ ഒരു ഇനീഷ്യൽ ബുക്കിംഗ്, ഇത്രയധികം ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ ആദ്യ പ്രദർശനം തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ചെറുതൊന്നുമല്ല. തൃശ്ശൂർ രാഗം തിയേറ്ററെ ഹൗസ്ഫുള്ളായി മാറുന്നു. പലയിടത്തും മെയിൻ സെൻറ്റേഴ്സ് ആയിട്ടുള്ള തിയേറ്റർ ബുക്കിംഗ് ആരംഭിച്ചെടുത്ത് തന്നെ ആദ്യ പ്രദർശനം ഹൗസ്ഫുള്ളായി മാറുന്ന കാഴ്ച. ഇത് ഒരു ദിലീപ് ചിത്രത്തിന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ്. മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ ടീമും അതേ രീതിയിലാണ് മുന്നോട്ട് പോയത്. ഇൻ്റർവ്യൂസ് ഒന്നും നൽകിയിട്ടൊന്നുമില്ല, ചാനലിന് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വർഷങ്ങൾക്ക് നീണ്ട ഹൈപ്പുണ്ട്. ഞാൻ പറയുന്നത് മാസങ്ങളല്ല, വർഷങ്ങളെക്കുറിച്ചാണ്. അതായത് 2-3 വർഷങ്ങൾ നീണ്ട ഹൈപ്പിനെ കുറിച്ചാണ്. എത്രയോ നാൾക്ക് മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് ലാലേട്ടൻ്റെ പോർഷൻ എടുക്കാൻ വേണ്ടി മാത്രം പിന്നീട് വെയിറ്റ് ചെയ്ത് അതൊരു ഷെഡ്യൂളാക്കി മാറ്റി വീണ്ടും ഷൂട്ട് ചെയ്ത സിനിമ. അപ്പോൾ തൊട്ടേ ഇതിൻ്റെ ടെക്നീഷ്യൻസ് അല്ലാതെ ഇതിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ പോലും ഈ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കുകയും ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇനി വെറും 40-48 മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും കൂടി എത്തി നിൽക്കുമ്പോഴേക്കും ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നതും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹൈപ്പാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണം, ഈ സിനിമ കാണരുത്, ദിലീപിൻ്റെ സിനിമ നമ്മൾ കാണില്ല എന്ന് ആഹ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെയും മുന്നിൽ നിന്നാണ് ഇത്രയധികം മുന്നേറ്റം, ഒരു തുടക്കം മണിക്കൂറുകൾ എന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കാത്തിരിപ്പാണ് എന്നുള്ളതും കൂടി കാണാൻ സാധിക്കുന്നത്. അതും നമ്മൾ തള്ളിക്കളയരുതല്ലോ. എന്നാൽ ഈ സിനിമ കാണില്ല, ഈ സിനിമ ഒരിക്കലും കാണാൻ പോകുന്നില്ല, OTT വന്നാലും കാണില്ല എന്ന ശക്തമായ നിലപാടെടുത്ത ഒരുപാട് ആളുകളുമുണ്ട്. അങ്ങനെ 2 തട്ടിലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സമൂഹം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ 2 തട്ടിലായിട്ട് വളരെ പ്രത്യക്ഷമായി നിൽക്കുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ, അതായത് ഈ സിനിമ കാണില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആളുകൾ, വളരെ ശക്തമായി അവരുടെ അഭിപ്രായം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എന്ന് തുറന്നു പറഞ്ഞ് ഇത് കാണില്ല എന്ന രീതിയിൽ തന്നെ മാറി. കഴിഞ്ഞ ദിവസം പറക്കുന്തളിക എന്ന സിനിമയ്ക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആ സിനിമ KSRTC ബസ്സിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിലൊരു വനിതാ യാത്രക്കാരി ആദ്യം തുടക്കം കുറിച്ച് പ്രതിഷേധം, പിന്നീട് അവിടെയുള്ള പല വനിതകളും പ്രതിഷേധം കുറിക്കുകയുണ്ടായി. അപ്പോൾ ദിലീപിൻ്റെ സിനിമ കാണില്ല എന്നൊരു വലിയ വിഭാഗം സമൂഹം ഇവിടെ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് ഇത്രയും വലിയൊരു ഇനീഷ്യലും ദിലീപിന് പുള്ള് ചെയ്യാൻ സാധിക്കുന്നത് എന്നതും കൂടി ഓർത്തു നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹം 2 തട്ടിലായിട്ട് നിൽക്കുകയാണ്, കൃത്യമായി 2 തട്ടിൽ നിൽക്കുകയാണ്. ഒന്ന് സിനിമയെ കാണുന്നവർ മാത്രം ഉണ്ടാകാം, മറ്റൊന്ന് ഈ സിനിമയോടുള്ള സ്നേഹം കാരണം കാണുന്നവരുണ്ടാകാം, അതിൽ തന്നെ ദിലീപിനോടുള്ള ഇഷ്ടമുള്ളവരുണ്ടാകാം. അങ്ങനെ പല തട്ടിലായിട്ടാണ് ഒരു വിഭാഗം ആളുകൾ നിൽക്കുന്നത്. മറുവിഭാഗം ശക്തമായ നിലപാടാണ്, ഈ സിനിമ കാണില്ല, ദിലീപിൻ്റെ ഒരു സിനിമയും കാണില്ല, അതിലിപ്പോൾ ഈ സിനിമയും കാണില്ല, അതിലിപ്പോൾ മോഹൻലാൽ വന്നാലും കാണില്ല എന്നുള്ള ശക്തമായ നിലപാട് നിൽക്കുന്ന പല തട്ടിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പറഞ്ഞാൽ പോലും നമുക്ക് കണക്കുകൾ അങ്ങനെയല്ലല്ലോ സൂചിപ്പിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിലെ കണക്കുകൾ ഏകദേശം 20,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ സിനിമ പോകുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ ഒരു ചെറിയ തിരിച്ചടിയുണ്ട്, കാരണം പ്രധാനപ്പെട്ട പല തിയേറ്ററുകളും IFFKക്ക് വേദിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള തിയേറ്ററുകളിലായിരിക്കും ഈ സിനിമ ആദ്യത്തെ ദിവസം വരാൻ പോകുന്നത്, 18-ാം തീയതി പ്രത്യേകിച്ച്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യവും കൂടി എടുത്ത് പറയേണ്ടതും കൂടിയുണ്ട്. എന്നാൽ പോലും ഒരു വലിയ ഇനീഷ്യൽ
തന്നെയാണ് സംഭവിക്കുന്നത് എന്നതും കൂടി പറയേണ്ടി വരും. ഒരു ദിലീപ് ചിത്രത്തിന് ഏകദേശം വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു തുടക്കം കിട്ടുന്നു എന്നുള്ളത്. പല സിനിമകളൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ആരും തിരിഞ്ഞു നോക്കാത്ത ദിലീപ് സിനിമകളൊക്കെ നമ്മൾ ഈ വർഷങ്ങളിൽ കണ്ടതാണ്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമയുടെ തുടക്കം ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നത്. 18-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമ്പോൾ എന്താകും, അതിനുശേഷം എന്താകും വിധി എന്നൊന്നും അറിയില്ല. പക്ഷേ ജനങ്ങൾ കാത്തിരിക്കുകയാണ്, ഒരു വിഭാഗം ജനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ബുക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും.